ഹായ് മകളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് SSLC കുട്ടികൾക്ക് ഡബിൾ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരാറായി എന്ന്. അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, അത് SSLC കുട്ടികൾക്ക് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഉണ്ടാവുമോ എന്ന്. പക്ഷേ നമുക്ക് അന്തിമ തീരുമാനം വരാത്തത് കൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം അന്തിമ തീരുമാനമായിട്ടുണ്ട്. ഈ വരുന്ന SSLC കുട്ടികൾക്ക് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഇല്ല എന്നുള്ളത്. നമ്മുടെ ഹാപ്പി ന്യൂസ് സാഡ് ന്യൂസിലേക്ക് മാറിയിരിക്കുന്നു. അതായത് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ചില വിഷയങ്ങളിൽ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നടത്താനാണ് തീരുമാനിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല. പ്രിയപ്പെട്ട മക്കളെ, ഒരു പക്ഷേ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഇല്ലാത്ത അവസാനത്തെ വർഷം നിങ്ങളായിരിക്കാം. അടുത്ത വർഷം മുതൽ അത് SSLCയിലേക്കും ആക്കാനുള്ള സാധ്യതകളുണ്ട്. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും കാലമുള്ള കുട്ടികളൊന്നും ഒരിക്കലും ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ കൊണ്ടല്ല മാർക്ക് വാങ്ങിയത്. ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പുസ്തകം തുറന്നു വെച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റുമെങ്കിൽ ഒരുപാട് എനിക്ക് മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും നമുക്ക് ഒരിക്കലും നമുക്ക് പുസ്തകം നോക്കി എഴുതിയത് കൊണ്ട് നമ്മുടെ മാർക്ക് കൂടാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ കോണ്ടന്റുകൾ എന്ന് പറഞ്ഞത് അത്രയും അടിപൊളിയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചില സബ്ജക്റ്റുകൾക്കൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയേക്കാം. എന്നാൽ മറ്റു പല സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടാകുന്നത് തോന്നുന്നില്ല. സോ എന്തിനാണെങ്കിലും നമുക്കത് വന്നിട്ട് അറിഞ്ഞിട്ട് വേണം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഇല്ലാത്തൊരു പക്ഷേ അവസാനത്തെ വർഷത്തെ വിദ്യാർത്ഥികളായിരിക്കും നിങ്ങളെന്ന്. അതിനുവേണ്ടി നിങ്ങൾക്കൊരു മധുര പ്രതികാരം ചെയ്യാനുള്ളൊരു അവസരമാണ്. അതായത് ഏറ്റവും മികച്ച റിസൾട്ട്, ഇത്രയും കാലമുള്ളതിൽ ഏറ്റവും മികച്ച റിസൾട്ട് ആയിരിക്കണം ഇനി വരുന്ന 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. 2021 അതായത് കൊറോണ ബാച്ചിലെ കുട്ടികൾ ഏകദേശം 1,25,000 കുട്ടികൾക്ക് ഫുൾ A+ ആയിരുന്നു. അതായത് 4ൽ 1 വിദ്യാർത്ഥിക്ക് ഫുൾ A+ ആയിരുന്നു. എന്നാൽ 2023-24 വർഷത്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 65,000-70,000 രീതിയിലേക്കാണ് എന്താക്കുന്നത് ഫുൾ A+കളുടെ എണ്ണം വന്നിരിക്കുന്നത്. അത് ഈ വർഷം ഇനിയും കൂട്ടിയിട്ട് നല്ല മികച്ച വിദ്യാർത്ഥികളായിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുകയാണ്. സാർ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ആളുകളോട് വരില്ല. നമ്മളെ തന്നെ ഇരുന്ന് പഠിക്കേണ്ടതുണ്ട്. ഇക്വേഷൻസ് ആണെങ്കിലും എല്ലാം തന്നെ. മക്കളെ, ചെറിയൊരു കാര്യത്തിൻ്റെ ഇടയിൽ പറയുകയാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈലം നമ്മുടെ എത്ര ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ബാച്ചിൽ ആദ്യ ചാപ്റ്റർ മുതൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഇനിയും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് 9995400800 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഇപ്പോഴും നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. സോ എല്ലാ വിദ്യാർത്ഥികളിലേക്ക് അയച്ചു കൊടുക്കുക. എത്രത്തോളം നിങ്ങൾ ലേറ്റ് ആവുന്നു അത്രത്തോളം നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ പെൻഡിങ് ആയിട്ട് കിടക്കും. ഓണം എക്സാം ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഫുൾ പഠിച്ചിരിക്കണം എന്നതാണ് ഞങ്ങളുടെ എയിം. ആ രീതിയിലാണ് നമ്മൾ സിലബസുകളൊക്കെ പോകുന്നത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ഇരുന്ന് പഠിക്കുക തന്നെ. നമുക്ക് 10ാം ക്ലാസ്സിൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ പാരൻസിനും നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ എല്ലാവർക്കും നമുക്ക് നൽകാൻ പറ്റണം. നമ്മുടെ ലൈഫിലെ ഒരു നല്ലൊരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുകൊണ്ട് പോയിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫൊക്കെ നമ്മളൊരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കൊക്കെ കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ മിസ് ചെയ്യുന്നൊരു ലൈഫ് ഏതാണെന്ന് വെച്ചാൽ അത് മിക്കവാറും അതിൽ 1ാം സ്ഥാനത്ത് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ 10ാം ക്ലാസ് ലൈഫാണ്, അല്ലെങ്കിൽ +1+2 ലൈഫാണ്. ചില ആളുകൾക്ക് ഡിഗ്രി ലൈഫുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് ലൈഫ് നമുക്ക് ഏറ്റവും മധുരമുള്ളതാക്കാൻ പറ്റും, ഏറ്റവും വൃത്തിയില്ലാത്തതാക്കാം. അതായത് മറ്റുള്ള കുട്ടികൾക്കൊക്കെ റിസൾട്ടുകളൊക്കെ കിട്ടിയിട്ട് +1+2 എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാലഘട്ടം 10ാം ക്ലാസ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അപ്പോൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് നേടുക എന്നത് നിങ്ങളുടെ കൂടി എയിമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് 10ാം ക്ലാസ് ആക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ പേരറിയാത്ത ആളുകൾക്ക് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ.